ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്നൊരു ട്രാവൽ ബ്ലോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ചെറിയൊരു ട്രാവൽ ബ്ലോഗാണ്. കൊല്ലം മുതൽ ഗോവ വരെ പോകുന്നതും പിന്നെ ഗോവയിലെ കുറച്ച് കാഴ്ചകളും എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് മൊമെൻറ്റ്സൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ഫ്രൂട്ട് സലാഡ് കഴിച്ചങ്ങ് തുടങ്ങി. ട്രെയിൻ യാത്ര നല്ല ബോറടിയാണ്. എപ്പോഴും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടും സംസാരിച്ച് സമയം കളയണം. കൂടുതൽ ഉറങ്ങുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും 6:30 ആയപ്പോൾ നമ്മൾ സ്റ്റേഷൻ എത്താറായിരുന്നു. തിബീം എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങിയത്. സ്റ്റേഷനൊക്കെ അടിപൊളിയായിരുന്നു. ഇവിടുത്തെ പോലെ വേറൊരു ടൈപ്പ്, നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം കാണാനൊക്കെ ഉള്ള നല്ലൊരു സ്റ്റേഷനായിരുന്നു അത്. പിന്നെ അവിടുത്തെ കാഴ്ചകൾ, അന്ന് നമ്മൾ പോയ ടൈം തന്നെ ഒരുപാട് മലയാളീസിനെ കണ്ടു. കൂടുതൽ മലയാളീസായിരുന്നു, ടൂറിസം എല്ലാവരും ആയിരുന്നു. അങ്ങനെ അവിടെ നിന്നപ്പോഴത്തേക്കും പിന്നെ ക്യാബ് വന്നു. ക്യാബിലോട്ട് പോകുന്ന വഴിയുള്ള കുറച്ച് കാഴ്ചകൾ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയ റൂമാണിത്. ഞങ്ങളെടുത്ത പാക്കേജിൽ ഉണ്ടായിരുന്ന റൂമാണ്. നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള, ഓപ്പൺ ബാൽക്കണി ഒക്കെ ഉള്ള ഒരു കിടിലൊരു റൂമായിരുന്നു ഇത്. ഈ ഹോട്ടലിൽ നിന്ന് വേറൊരു സ്ഥലത്തായിരുന്നു നമ്മുടെ ലഞ്ചും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇത്രയും സാധനങ്ങളാണ് കിട്ടിയത്. നൂഡിൽസ്, പൂരി, പിന്നെ പുട്ട്, അതൊക്കെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഓൾഡ് ഗോവയിൽ എല്ലാ ടൂറിസ്റ്റുകളും പോകുന്ന ഒരു ചർച്ചാണിത്. അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ചർച്ചാണിത്. അകത്ത് പെർമിഷൻ ഇല്ല, പുറത്തുള്ള കാഴ്ചകൾ കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ. ആ ചർച്ചിൻ്റെ എങ്ങോട്ട് തിരിഞ്ഞാലും ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളായിരുന്നു. അടിപൊളി ഒരു ചർച്ചായിരുന്നു അത്. നല്ലൊരു ടെമ്പിളിലേക്കാണ് പോകുന്നത്. അത്യാവശ്യം നല്ല വൈബൊക്കെ ഉള്ള ഒരു ടെമ്പിളാണ്. ശിവഭഗവാനാണ് അകത്ത് പ്രതിഷ്ഠ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണിത്. ഈവനിങ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നൈറ്റ് ഗോവ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. അടിപൊളി വ്യൂ ആയിരുന്നു. എല്ലായിടത്തും അടിപൊളിയായിരുന്നു. ലൈറ്റൊക്കെ ഇട്ട് കിടിലായിരുന്നു. ഡേ കാണുന്ന പോലെയല്ല, നല്ല ഡിഫറെൻ്റായിട്ട് കിടിലായിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു ഇത്. ചോക്ലേറ്റ് പാൻ കേക്കാണിത്. അടിപൊളി ടേസ്റ്റായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു.
പ്രോൺസ് വെച്ചിട്ടുള്ള ഒരു ഡിഷാണിത്. പേരറിയില്ല, എന്താ ഒരു പ്രോൺസ് വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു. ഇതൊക്കെ കഴിച്ച് ഞങ്ങളിന്ന് ഡേ 1 അവസാനിപ്പിച്ചു.